ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റിലാണ് വിവിധ ഒഴിവുകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. കേരള സർക്കാരിൻ്റെ CMD വഴിയാണ് നിയമനം നടത്തുന്നത്. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്നത് ജൂലൈ 15, 2026 രാവിലെ 10 മണി മുതലാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരുന്നത് ജൂലൈ 29, 2026 വൈകുന്നേരം 5 മണി വരെയാണ്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ക്ലർക്ക്, അക്കൗണ്ടൻറ്റ്, ഓഫീസ് അസിസ്റ്റൻറ്റ് തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലുള്ള ബിരുദമാണ്. കൂടാതെ വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ്, നെറ്റ്വർക്കിംഗ് എന്നിവയിലുള്ള പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. IT സിസ്റ്റം അഡ്മിനിസ്ട്രേഷനിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖല IT പ്രോജക്റ്റ് മേഖലയിലുള്ള പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്. പ്രതിമാസ വേതനം 40,000 രൂപയാണ് ലഭിക്കുന്നത്. ക്ലർക്ക് തസ്തികയിലേക്ക് 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും MS ഓഫീസ്, ഡിജിറ്റൽ ഫയൽ മാനേജ്മെൻറ്റ് എന്നിവയിലുള്ള പ്രാവീണ്യവുമാണ്. കൂടാതെ സർക്കാർ ഓഫീസുകളിലെ പ്രവർത്തന രീതികളും കേരള സർക്കാർ സെക്രട്ടേറിയറ്റ് മാനുവലും പരിചയം ഉണ്ടായിരിക്കുന്നത് അഭികാമ്യമാണ്. ഡിജിറ്റൽ ഡോക്യുമെൻറ്റ് മാനേജ്മെൻറ്റ് സംവിധാനങ്ങളെക്കുറിച്ചുള്ള അറിവ് അധിക യോഗ്യതയായിരിക്കും. സർക്കാർ, പൊതുമേഖലാ സ്ഥാപനം അല്ലെങ്കിൽ പ്രശസ്തമായ സ്വകാര്യ സ്ഥാപനം എന്നിവയിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, സെക്രട്ടേറിയൽ ജോലി അല്ലെങ്കിൽ ക്ലറിക്കൽ ചുമതലകളിൽ കുറഞ്ഞത് 1 വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്. പ്രതിമാസ വേതനം 30,000 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള കൊമേഴ്സ് ബിരുദമാണ്. കൂടാതെ CA ഇൻ്റർ അല്ലെങ്കിൽ CMA ഇൻ്റർ അല്ലെങ്കിൽ MBA ഫിനാൻസ് എന്നിവ അധിക യോഗ്യതയെ കണക്കാക്കും. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്, സാമ്പത്തിക റിപ്പോർട്ടുകൾ, അക്കൗണ്ടിംഗ് മാനദണ്ഡങ്ങൾ എന്നിവയിലുള്ള പ്രായോഗിക അറിവുണ്ടായിരിക്കണം. അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ, MS Excel എന്നിവയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അക്കൗണ്ട്സ്, ധനകാര്യ വിഭാഗങ്ങളിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. ഫണ്ട് വിനിയോഗം നിരീക്ഷിക്കൽ, വൗച്ചർ പ്രോസസ്സിംഗ്, ബാങ്ക് റീകൺസിലിയേഷൻ, സാമ്പത്തിക റിപ്പോർട്ടുകൾ തയ്യാറാക്കൽ എന്നിവയിലുള്ള പരിചയവും ഉണ്ടായിരിക്കണം. കേരള സർക്കാരിൻ്റെ സാമ്പത്തിക ചട്ടങ്ങൾ, കേരള ഫിനാൻഷ്യൽ കോഡ്, ഓഡിറ്റ് നടപടിക്രമങ്ങൾ എന്നിവയിലുള്ള അറിവ് പ്രത്യേക പരിഗണന അർഹിക്കുന്നു. പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്. പ്രതിമാസ വേതനം 30,000 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 3 ഒഴിവാണ് വന്നിട്ടുള്ളത്. യോഗ്യത SLC പാസും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ്. കൂടാതെ മലയാളത്തിൽ ആശയവിനിമയ ശേഷിയും ഉണ്ടായിരിക്കണം. സർക്കാർ ഓഫീസിലോ പൊതുമേഖലാ സ്ഥാപനത്തിലോ ഉള്ള മുൻപരിചയത്തിന് മുൻഗണന നൽകുന്നതാണ്. ഔദ്യോഗിക രേഖകൾ കൈകാര്യം ചെയ്യൽ, ഡിസ്പാച്ച്, ഫ്രണ്ട് ഓഫീസ് ചുമതലകൾ എന്നിവയിൽ പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. പ്രതിമാസ വേതനം 25,000 രൂപയാണ് ലഭിക്കുന്നത്. ഇതിലേക്കൊരു അപേക്ഷ ഫീ വരുന്നുണ്ട്. 500 രൂപയും പ്ലസ് ട്രാൻസാക്ഷൻ ചാർജുമാണ് അപേക്ഷ ഫീസ് വരുന്നത്. SC/ST, OBC, ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് സർക്കാർ നിയമപ്രകാരം വയസ്സുളവ് ലഭിക്കുന്നതാണ്. കരാർ കാലാവധി വരുന്നത് ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ 2 വർഷം വരെയോ അല്ലെങ്കിൽ പദ്ധതി പൂർത്തിയാകുന്നത് വരെയോ ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതുവരെയായിരിക്കും. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോ 200 KB താഴെയും അത് JPG ഫോർമാറ്റിലുമായിരിക്കണം. സിഗ്നേച്ചർ 50 KB താഴെയും JPG ഫോർമാറ്റിലായിരിക്കണം. സിഗ്നേച്ചർ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പാടില്ല. അപേക്ഷകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി എഴുത്തു പരീക്ഷ, ഇൻ്റർവ്യൂ, സ്കിൽ ടെസ്റ്റ് എന്നിവയിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സാധുവായ ഒരു ഇമെയിൽ വിലാസവും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. റിക്രൂട്ട്മെൻറ്റ് നടപടികൾ പൂർത്തിയാകുന്നത് വരെ ഇവ സജീവമായി സൂക്ഷിക്കേണ്ടതാണ്. CMDയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായി നോട്ടിഫിക്കേഷനും അപേക്ഷ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.